റാങ്ക് എല്ലാവർക്കും നേടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഞാൻ ബേസിക്കലി +1 +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ? അതെ, ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്തു. വിത്തിൻ 1 ഇയർ ക്വാളിഫൈ ചെയ്യാൻ പറ്റി, അതും വിത്ത് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കോട് കൂടി. പിന്നെ ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇപ്പം സാറിന്റെ ബാച്ചിലും നമ്മളെ ബാച്ചിലൊക്കെ 35-40 ഏജസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ബഡ്ജറ്റിംഗ് ഡിസിഷൻ നമ്മൾ പറയുന്നുണ്ട്, എന്ത് പാസ്റ്റ് എന്ത് ചെയ്യുക വിടുക, ഫ്യൂച്ചറിലോട്ട് ഫോക്കസ് അതേ പരിപാടി തന്നെ CMA. പോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഇന്റേണൽ ഓഡിറ്റിംഗിന് വർക്ക് ചെയ്യാൻ പറ്റും, ഫൈനാൻസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. CMA USA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജോബ് റോൾസ് ഉണ്ട്. ഈവൻ ഒരു കമ്പനിന്റെ ടോപ്പ് മോസ്റ്റ് ലെവൽക്കടക്കം എത്താൻ പറ്റും എന്നുള്ളത് CFO ലെവലിലോട്ട് എത്താൻ പറ്റുന്ന സാധനമാണ്. സാർ നമ്മുടെ ഈ ഒരു ഫൈനാൻസ് ഫീൽഡിൽ CMA USA എന്ന് പറയുന്ന ഒരു നല്ലൊരു കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ കുട്ടികൾ ഈ കോഴ്സ് എടുക്കുന്നുണ്ട്. സാർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? ഇത്രയും വർഷമായി, ഇപ്പൊ സാറ് പാസ് ഔട്ട് ആയത് 2023, ഞാൻ പാസ് ഔട്ട് ആയി, ഞാൻ ഏകദേശം പഠിക്കുന്നത് ആ ഒരു സമയത്ത്. ഇപ്പോഴും CMA USAക്ക് ഒരു ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ CMA USAക്ക് റെലവൻസ് ഉണ്ടെന്ന് സാർ ചിന്തിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി CMA USA എന്ന് പറഞ്ഞത് ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സാണ്. അതെ, CMA USAൻ്റെ ഫുൾ ഫോം വരുന്നത് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് US ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡി പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്ത് ബിസിനസ് എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ, ഫൈനാൻസ് എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ, അത്രയും കാലം ഈ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല CMA USA 150+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആണ്. ഗ്ലോബൽ പാസ്പോർട്ട് നടക്കം ഇതിനെ വിളിക്കലുണ്ട്. മാത്രമല്ല മാനേജ്മെൻറ്റ് ഫീൽഡിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണല്ലോ, മാനേജ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടൻസ് ആണ്. സോ ഫൈനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഒരു ഏകദേശം ഒരു 360 ഡിഗ്രി നോളജ് CMA USA വിത്തിൻ എ ഷോർട്ട് ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടെല്ലാം ഇതിൻ്റെ റെലവൻസ് കൂടിക്കൂടി വരിക എന്നല്ലാതെ അതിൽ നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ചിന്തിക്കുന്ന പോലെ CMA USA ഉണ്ട്, അതുപോലെ തന്നെ പല കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ CMA USAക്ക് ഒരു കുറവുണ്ടെന്നോ, അല്ലെങ്കിൽ CMA USA എടുത്തത് കൊണ്ട് ജോലി കിട്ടാതിരിക്കുന്നോ, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇല്ല, ആക്ച്വലി ഈ കോഴ്സസ് ഓരോ കോഴ്സും ഓരോ ഫീൽഡിലാണ്. CA ആണെങ്കിൽ ഓഡിറ്റിംഗ്, ടാക്സ് ഫീൽഡിൽ അത് റെലവൻ്റ് ആണ്. ബട്ട് CMA USAയിലേക്ക് വരുമ്പോൾ, CMA India CMA USAക്ക് വരുമ്പോൾ മാനേജ്മെൻറ്റ്, അതേപോലെ കോസ്റ്റിംഗ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ആ ഒരു ഫീൽഡിലാണ്. ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല ഏരിയാസ് ഉണ്ടല്ലോ, ലൈക്ക് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. കാരണം നമ്മൾ പഠിക്കുന്ന സെഷൻസ് ഏകദേശം അതുപോലെയാണല്ലേ സാറേ? കാരണം കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, ബഡ്ജറ്റിംഗ് ഉണ്ട്, പെർഫോമൻസ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരാൾക്കൊരു വളരെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, കാരണം നല്ല ഭാവി ഉണ്ട്. എക്സാക്ട്ലി, ഒരുപാട് ജോബ് റോൾസ് ഉണ്ട്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വർക്ക് ചെയ്യാൻ പറ്റും, ഫൈനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട്. സോ മെനി ജോബ് റോൾസ് ആർ ദർ. CMA USA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജോബ് റോൾസ് ഉണ്ട്. ഈവൻ ഒരു കമ്പനീൻ്റെ ടോപ്പ് മോസ്റ്റ് ലെവൽക്കടക്കം എത്താൻ പറ്റുമെന്നുള്ളത്, CFO ലെവലിലോട്ട് എത്താൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ നമ്മൾ ഈ ഒരു ജേണി പറയുമ്പോൾ നമ്മളൊക്കെ അനുഭവിച്ച് വന്നൊരു കാര്യമാണ് ഇത് പഠിക്കുന്ന ഈ ഒരു സമയം. ഇപ്പം നമ്മൾ പറഞ്ഞു കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ നോക്കേണ്ടത് കരിയറിൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്നുള്ള നിലയിലാണ് ഇവർ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പഠിപ്പിന്റെ ഈ ഒരു ജേണിയും നമ്മൾ പറയേണ്ടതല്ലേ സാറേ? കാരണം നമ്മൾ സാറ് റാങ്ക് ഹോൾഡർ ആണ്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിൽ പോലും പഠിച്ചു തീർത്ത് മാർക്കോട് കൂടി പാസ്സായി. അപ്പൊ അതില് സാറിന്റെ ഒരു റാങ്കിന്റെ ജേണി പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിള്ളേര്, നമ്മുടെ ഒരു കുട്ടിയുണ്ട് ഓൺലൈനില്, ആള് രണ്ടും ബോത്ത് ക്വാളിഫൈ ആയിട്ട് റാങ്ക് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് സിംഗിൾ അറ്റംപ്റ്റില്. നമ്മൾ നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഇനീഷ്യേറ്റീവ് ആണല്ലോ, മറ്റുള്ളവർ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇനീഷ്യേറ്റീവ്. അപ്പൊ സാറിന്റെ ഒരു റാങ്കിന്റെ ജേണി പറയുകയാണെങ്കിൽ, ശരിക്ക് പറയുകയാണെങ്കിൽ റാങ്ക് എല്ലാവർക്കും നേടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. കാരണം ഞാൻ ബേസിക്കലി +1 +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അതെ, പിന്നെ ഡിഗ്രി BSc ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തീർക്കാൻ പറ്റുന്ന എന്നാൽ അത്യാവശ്യം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നല്ല സാലറി ഒക്കെ കിട്ടുന്ന ഒരു കോഴ്സ് അന്വേഷിച്ചപ്പോഴാണ് CMA USA കിട്ടുന്നത്. അങ്ങനെ അതിലേക്ക് എൻറോൾഡായി. വെരി ഫസ്റ്റ് ക്ലാസ്സിൽ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് അസറ്റ് ഓർ വാട്ട് ഈസ് ലയബിലിറ്റി, ഒന്നും അറിയില്ലായിരുന്നു. ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് വിത്തിൻ 1 ഇയർ
ക്വാളിഫൈ ചെയ്യാൻ പറ്റി, അതും വിത്ത് അല്ലേ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കോട് കൂടി. 470. അപ്പോൾ ഇത് ഗ്രേസ് ഓഫ് ഗോഡ്, പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്. അതെ. പിന്നെ ഇതേപോലെ നല്ലോണം വർക്ക് ചെയ്തിരുന്നു, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയൽ, ഇഫ് ഐ ക്യാൻ, എനിക്ക് പറ്റിയെങ്കിൽ വൈ നോട്ട് യു, എല്ലാവർക്കും ഇത് പറ്റും എന്നുള്ളതാണ്. Definitely. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും. ഈ പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നത്തിങ് ഈസ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ളതാണല്ലോ. അപ്പം കുറച്ചൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേടിയെടുക്കുന്നതാണല്ലോ നമ്മള്. ഷുവർലി എല്ലാവർക്കും പറ്റും. നല്ലോണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് പ്രോപ്പർ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ വേണം. ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ആവട്ടെ ഓൺലൈൻ ആവട്ടെ, ആദ്യം ക്ലാസ്സസ് മിസ്സാക്കരുത് എന്നുള്ളതാണ് അല്ലേ സാർ? ശരിയാണ് അല്ലേ? ക്ലാസ് എപ്പോഴാണ് ഒരു കുട്ടിക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുക? ഒബ്വിയസ്ലി ക്ലാസ് മിസ്സായി, കൺസെപ്റ്റ് അറിയില്ല, കോൺസെപ്റ്റ് അറിയില്ലെങ്കിലാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പ്ലാൻ കോൺസെപ്റ്റ് കിട്ടാൻ നിൽക്കുക ചോദിച്ചാൽ ക്ലാസ്സസ് മിസ്സാകുമ്പോൾ, അപ്പം വെരി ഫസ്റ്റ് കാര്യം ക്ലാസ്സസ് ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എടുക്കുന്ന റിവിഷൻ ഭയങ്കര കീയാ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മടി റിവൈസ് ചെയ്യാൻ. അത് ഞാൻ പറയാൻ എന്താ അറിയോ, നമ്മൾ ഹോക്ക് വായിക്കുമ്പോഴേ, ഹോക്ക് ഓൾറെഡി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വീണ്ടും ഇരുന്ന് വായിക്കുമ്പോൾ ഇത് ഞാൻ വായിച്ചതാണല്ലോ, മെന്റാലിറ്റി മാറി. അതെ, അപ്പോഴാണ് റിവിഷന് പ്രശ്നം വരുന്നത്. ഈവൻ ഒരു നോട്ട് പോലും നമ്മൾ ആദ്യം കൊടുത്ത നോട്ട് അവരോട് വായിക്കാൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ ഉള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ റിവിഷൻ ആണല്ലോ നമ്മളെ മസിൽ മെമ്മറിയിലേക്കും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ട് അതവിടെ സെറ്റാക്കുക. അപ്പോൾ റിവിഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നും രാവിലെ ഒരു സെക്ഷൻ ഓൺഗോയിങ് ആണെങ്കിൽ അതിൻ്റെ വെരി ഫസ്റ്റ് ഭാഗം മുതൽ അന്നെടുത്തത് വരെയുള്ളത് റിവൈസ് ചെയ്യും രാവിലെ. അപ്പോൾ അത് എന്താണ് ഫുൾ നമ്മളെ മെമ്മറിയിൽ അപ്പോൾ ഉണ്ടാകും. പക്ഷെ അതിനധികം സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തീരും ചെയ്യും. ആദ്യത്തെ ദിവസം പഠിച്ചെടുക്കാനേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നത്തെ ദിവസം ജസ്റ്റ് റിഫ്രഷ് ചെയ്യാണല്ലോ. ഡെയിലി ഉള്ള ഒരു പരിപാടി അതന്ന് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അപ്പം കുട്ടികളോട് റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ജേണിയിൽ. പിന്നുള്ളത് സാർ തോന്നുന്നു ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. സത്യം, കാരണം നമുക്ക് കൂടുതൽ സെഷൻസ് പ്രോബ്ലംസ് ഏരിയ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഈ കാണാപ്പാടം പഠിച്ചെടുത്ത് ചെയ്യുന്ന ഒരു രീതിയല്ലല്ലോ. കൺസെപ്റ്റ് മനസ്സിലാക്കി നല്ല വൃത്തിക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കുക, അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി അറിയാം. എനിക്ക് തോന്നുന്നു എല്ലാ ഈ ഗ്ലോബൽ കോഴ്സസിന്റെ ഒരു പ്രത്യേകത കൺസെപ്ച്വൽ ലേണിംഗിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. കാണാതെ പഠിക്കുന്നത് എല്ലാം എവറിത്തിങ് ഫോക്കസിങ് ഓൺ കോൺസെപ്റ്റിലാണ്. അപ്പൊ കോൺസെപ്റ്റ് അറിയെങ്കിൽ കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എക്സാം എഴുതാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് ശരിക്കും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടി ആയിട്ട് പറയാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം എല്ലാ കുട്ടികളും, ഇപ്പൊ ഞാൻ ഒരാളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, അയാൾ പഠിത്തത്തിൽ ഭയങ്കര മോശമായിരുന്നു. ഇപ്പൊ ഡിഗ്രിക്ക് മാർക്കില്ല, +2 മാർക്കില്ല, ഈവൻ 10 മാർക്കിലായിട്ട് ആൾക്ക് +1 +2 ഒരിടത്തും കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരാൾ CMAOC എടുക്കുന്നു. അപ്പൊ എന്നിട്ട് ഇവൻ പാസ്സായി. ബോത്ത് അറ്റംപ്റ്റില് 2 എന്ത് ചെയ്തു, സിംഗിൾ അറ്റംപ്റ്റിൽ ക്ലിയർ ആയി. അതുപോലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റുഡന്റ് ഉണ്ട്, ആള് പൊളിറ്റിക്സ് ആണ് പഠിച്ചത്, സാറിനെ പോലെ ബാക്ക്ഗ്രൗണ്ട് വേറെ പൊളിറ്റിക്സ്. ആള് വന്നു, അവൻ പിന്നെ ഒരു ഉസ്താദും കൂടിയാ, മദ്രസയെ പഠിപ്പിക്കുന്നതിന് പിള്ളേരെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവൻ ക്ലാസ്സിൽ വരുന്നത്, ഉറക്കുന്നൊക്കെ വരുന്നത്. പക്ഷെ ആള് ബോത്ത് ക്ലിയർ ആയി, സിംഗിൾ അറ്റംപ്റ്റിൽ ആള് ക്ലിയർ ആയി, അതും പ്രൊഫഷണൽ കാറ്റഗറിയിൽ. എത്ര സ്ട്രെസ് ഉണ്ടാവും, എന്നിട്ട് ആള് ക്ലിയർ ആയി. എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികൾക്കുള്ളൊരു അല്ലെങ്കിൽ ആസ്പിറൻസിനുള്ളൊരു ഡൗട്ടാണ് ഇതൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജിനൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പരിചയത്തിലുള്ള ആളുകൾ +2 ഫെയിലായ ആളുകൾ CMA USA ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഗ്രിക്ക് 10+ പേപ്പേഴ്സ് സപ്ലി ഉള്ള ആള് CMA USA ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവറേജ് സ്റ്റുഡൻസിന് പറ്റും എന്നുള്ളതാണ്. ഈവൻ ഇംഗ്ലീഷ് പോലും വായിക്കാൻ അറിയാത്ത സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ CMA പാസ്സാവലുണ്ട്. അപ്പൊ പാസ്റ്റിലേക്ക് നോക്കണ്ട എന്നുള്ളതല്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. പക്ഷെ നമ്മൾ ഒന്ന് വർക്ക് ചെയ്യാൻ വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബഡ്ജറ്റിംഗിലും പറയുന്നുണ്ട്, ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ നമ്മൾ പറയുന്നുണ്ട്, എന്ത് പാസ്റ്റ് എന്ത് ചെയ്യുക, വിടുക, ഫ്യൂച്ചറിലോട്ട് ഫോക്കസ്. അതേ പരിപാടി തന്നെ CMA. അപ്പൊ ചില ആളുകൾക്ക് എനിക്ക് തോന്നുന്നു മാർക്ക് ചിലപ്പോൾ SSLCക്ക് മാർക്ക് ഉണ്ടാവില്ല, +1 +2 മാർക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരു പൊതുവേ ഒരു മിത്താണ് ഇത് ഭയങ്കര ഒരു ടഫാണ്, അങ്ങനെ പ്രൊഫഷണൽ കോഴ്സസ് അറിയണം, അങ്ങനത്തെ ഒരു കുറെ മിത്തുകളുണ്ട്. നമ്പേഴ്സിനെ ഇഷ്ടപ്പെട്ടാൽ മതി. അതെ, സത്യം. പെർഫോമൻസ് മാനേജ്മെന്റ് ഒക്കെ വരുമ്പോൾ ആ നമ്പേഴ്സ് വെച്ച് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ 2 ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എൻ്റയർ സിസ്റ്റം എല്ലാം കൺസെപ്ച്വലി കണക്റ്റഡ് ആണ്. എവറിത്തിങ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ സാറിന് അറിയാലോ, ഒന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പേപ്പർ എടുക്കുന്ന PM-ഉം കോസ്റ്റിംഗും ആണ്, രണ്ടും കണക്റ്റഡ് ആയതുകൊണ്ട് നമ്പേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു പോകാനും പറ്റുന്നുണ്ട്, പിള്ളേരെ കണക്ട് ആക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ അങ്ങനെ പോവാണ്.
സാറേ അപ്പൊ നമ്മുടെ ഈ CMA USA കോഴ്സേ ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന, അതായത് +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ലേ? ഡെഫിനറ്റ്ലി +2 കഴിഞ്ഞ ആളുകൾക്ക് CMA USA ഓപ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അത് ഈവൻ ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും CMA USA പഠിക്കാൻ പറ്റും. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും, ഡിഗ്രിയും കൊമേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, വാട്ട് എവർ അല്ലേ ബാക്ക്ഗ്രൗണ്ട്. എക്കണോമിക്സ്, സാർ ഫിസിക്സ്. അതെ, ജീവിക്കുന്ന തെളിവുകളാണല്ലോ. അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും, ഇപ്പം സാറിൻ്റെ ബാച്ചിലും നമ്മളെ ബാച്ചിലൊക്കെ 35-40 അല്ലെ ഏജസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കും ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ +2 ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ഡിഗ്രീസ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതങ്ങനെ നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്താലും മതി. അപ്പോൾ CMA USA ആർക്കും ഓപ്റ്റ് ചെയ്യാം. ഐ മീൻ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെല്ലാം ഓപ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ സാറേ CMA USAക്ക് ഇപ്പോൾ സൈലം CMA USA റൺ ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് സൈലത്തിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പെക്കുലാരിറ്റീസ്? വൈ സൈലം? സൈലത്തിനെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ബ്രാൻഡ് ആണല്ലോ, സ്റ്റുഡൻസിന്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് സൈലമാണ്. അതെ അതെ അതെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറയുന്നത് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് നല്ല വൃത്തിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുട്ടികൾക്ക് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും ചോദിക്കാൻ വേണ്ടി മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഫാക്കൽറ്റീസ് എപ്പോഴും അവൈലബിൾ ആണ് കുട്ടികൾ. നമ്മളോട് ഇവിടുന്ന് മാനേജ്മെന്റ് തന്നെ പറയും, കുട്ടികൾ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും ക്ലിയർ ചെയ്യാൻ അവൈലബിൾ ആയിരിക്കണം, നമ്പേഴ്സ് ഷെയർ ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളൊരു പോളിസി, അവരെങ്ങനെങ്കിലും ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. യെസ്, നമുക്ക് റിസൾട്ടുകളും നമുക്ക് അത്യാവശ്യമുണ്ട്, നല്ല റിസൾട്ടുകൾ ഉണ്ട്. ബോത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ ഉള്ളത്, നമ്മൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് കൊടുക്കുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ബാങ്കുകൾ കൊടുക്കും, അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ വീക്കും ടെസ്റ്റുകളുണ്ട്. ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട്, ഇപ്പം എന്റെ സെക്ഷൻ D കോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ ഒരു എക്സാം നടത്തുന്നുണ്ട്. അതായത് ഒരു കുട്ടി ഇവിടെ എത്തിപ്പെട്ടാല് അവനെ ജയിപ്പിച്ചെടുക്കുന്ന കാര്യം നമ്മൾ പറ്റും, ആൾക്ക് പറ്റും. അതായത് വന്നു കഴിഞ്ഞ് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാൻ റെഡിയാണോ, സെറ്റാക്കി കൊടുക്കും, വർക്ക് ചെയ്താൽ മതി. അതെ, നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ്, സാറും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മിഥുൻ സാറിന്റെ CTP. എനിക്ക് വെരി ഫസ്റ്റില് സാറാണ് എടുത്തു തന്നത്. CMAന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് സാറാണ്. ഓക്കെ, അപ്പോൾ ആ CTP പിള്ളേർക്ക് ഭയങ്കര ഹൈലൈറ്റ് ആണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തു, ഇപ്രാവശ്യവും കൊടുത്തു. എല്ലാ വർഷവും CMA USAയിൽ CTP കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലേ, പ്രാക്ടിക്കൽ എക്സ്പോഷറും കൂടി തരും കേട്ടോ. സത്യം, കുറെ നമ്മളെ തിങ്കിങ് ലെവല് മാറ്റും. അതെ, പേടിയൊക്കെ മാറുന്നതിനൊക്കെ പിള്ളേർക്ക് സ്റ്റേജ് ഫിയർ മാറുക, കുറെ പരിപാടികളൊക്കെ ആയിട്ട് പിള്ളേർ ഭയങ്കര എൻജോയ് ചെയ്തു. അതായത് അക്കാഡമിക്സ് മാത്രമല്ല, അവർക്ക് ഈ ഇത്തരം സ്കില്ലും കൂടി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രാക്ടിക്കൽ എക്സ്പോഷറും കൂടി ഇവിടുന്ന് കിട്ടും എന്നുള്ളത്. കാരണം കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആണല്ലോ. നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ഫസ്റ്റ് നോക്കുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം മിഥുൻ സാറ് വർഷത്തിൽ 1-2 തവണയായിട്ട് ഇത് കൊടുക്കും. അതുപോലെ തന്നെ മെന്റർ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കയറിയിട്ട് എങ്ങനെയൊക്കെ കൂട്ടാൻ വേണ്ടി പറ്റും, എങ്ങനെയൊക്കെ കുട്ടികളുടെ ഒരു ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ.